ഹേ ഗായ്സ്, ഇന്ന് ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടൊരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് ഞങ്ങളുടെ ആഗ്രഹം, അതായത് പണ്ടുണ്ടായിരുന്ന ആഗ്രഹമുണ്ട്. ഇത് ഞങ്ങൾ 10ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചവരുണ്ടോ. ഗീഡുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സലീമേനെ കണ്ടിട്ടുണ്ടാവില്ല. ഞങ്ങളൊരു കല്യാണത്തിന് ശേഷമാണ് അവളായിട്ട് പിന്നെ അടുക്കണതും. അപ്പോൾ അവളും ഞങ്ങളും ഒരുമിച്ചൊരു വീട്ടിൽ കൂടിയാക്കണേട്ടോ. അതായത് ഗീതുവിൻ്റെ വീട്ടിലാണ് നമ്മൾ കൂടിയാക്കണം. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഒരു ദിവസം നിൽക്കണം, ഇപ്പോൾ നമ്മുടെ കല്യാണം ആയിക്കഴിഞ്ഞാൽ 2 ദിവസം മുന്നേ വന്നെന്നൊക്കെ പറഞ്ഞൊരു ടോക്കിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ആഗ്രഹം ഇന്നാണ് കേട്ടോ സാധിച്ചത്. എനിക്കൊരു കല്യാണം കഴിഞ്ഞൊരു കൊച്ചായി. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്യണത് കേട്ടോ. അതൊരു പ്രത്യേക വൈബ് തന്നെ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളൊക്കെ നിൽക്കണുണ്ടാവായിരിക്കാം, പക്ഷേ ചിലവർക്കൊന്നും അങ്ങനത്തെ ആ ഭാഗ്യം കിട്ടാറില്ല, വീട്ടുകാർ സമ്മതിക്കില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ചുരിദാർ ഞാൻ അവൾക്ക് വേണ്ടി തയ്ച്ചതാണ് കേട്ടോ. മിനിയാന്നാണ് അവൾ എനിക്ക് തുണി തന്നത്. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ സെറ്റാക്കി അവൾക്ക് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അവൾക്കത് ഭയങ്കര ഇഷ്ടമായി. അവളുടെ ബോഡിക്ക് പെർഫെക്റ്റ് ഫിറ്റായിരുന്നു കേട്ടോ. അത് എനിക്കും ഭയങ്കര ഇഷ്ടമായി. അവളുടെ ഹെയർ കളറുമായിട്ട് ആ ചുരിദാർ നല്ലോണം മാച്ച് ആവുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു രാത്രിയൊക്കെ ആവാറായപ്പോഴേക്കും പാറുവിനൊക്കെ വിശക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും അച്ഛനും വന്നിട്ടില്ല. അപ്പോൾ തൊട്ടടുത്ത കടയിൽ പോയി അവിടെ വരെ ചുമ്മാ നടക്കാം, ഒരു വൈബ്. നമുക്ക് ഐസ്ക്രീമും എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇരുട്ടായതുകൊണ്ട് തന്നെ ഐസ്ക്രീം തിന്നുന്ന വീഡിയോ ഒന്നും കാണാൻ പറ്റണില്ല. പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു. വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഓരോന്നായിട്ട് ചെറുതായിട്ട് തിന്നു. പിന്നെ ഫുൾ ഓണായിട്ടോ നല്ല വൈബായിട്ട് നല്ല പാട്ടൊക്കെ ഇട്ട് സോങ്ങൊക്കെ വെച്ച് പിന്നെ ഒരു റീലൊക്കെ എടുക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പ്രാക്ടീസൊക്കെ ചെയ്തായിരുന്നു. പിറ്റേ ദിവസം എടുക്കാമെന്നാണ് വിചാരിച്ചു. റീല് പ്രാക്ടീസ് ചെയ്ത് വെക്കാമല്ലോ, പക്ഷെ അത് നടന്നില്ല. പിന്നെ നമ്മുടെ അവൻ ഫുട്ബോൾ കളിക്കാൻ പോയി. പിന്നെ അമ്മയും അച്ഛനും ഒക്കെ വന്നായിരുന്നു. അവർ ബജ്ജി കൊണ്ടുവന്നായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ പിന്നെ ഊർമിളാദേവി ആവാൻ പോയിട്ടോ. ഞങ്ങൾ ചെറിയൊരു എന്തായാലും ഡാൻസ് വീഡിയോ നടക്കാത്തത് കൊണ്ട് ചെറിയ കോമഡി റീൽ സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ വർഷം ആയതുകൊണ്ട് എനിക്കധികം മേക്കപ്പ് ഒന്നും വേണ്ട. വർഷം ഒരു മോഡൽ ലുക്കാണല്ലോ. ഊർമിളയ്ക്കും അമൃതയ്ക്കാണല്ലോ മേക്കപ്പ് വേണ്ടത്. അപ്പോൾ അവിടെ അമൃതയും ഊർമിളയും ഇവിടെ തകർത്ത് വരുന്നുണ്ട് മേക്കപ്പൊക്കെ ഇട്ട്. ഞാൻ മാത്രം മേക്കപ്പ് ഇല്ല. വർഷം ഒരു മോഡൽ ലുക്ക് ഇതൊക്കെ തന്നെ ധാരാളം. അവളവിടെ ഇരുന്നിട്ട് മരുമോളുടെ കാര്യം പറയണേ കേട്ടോ. അപ്പോൾ നമ്മുടെ ക്യാമറമാൻ ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗീതുവിൻ്റെ അമ്മ തന്നെ കേട്ടോ. പാറു അവിടെ ആഭരണപ്പെട്ടി ഇങ്ങനെ തുറന്നിങ്ങനെ ഓരോന്നോരോന്ന് നോക്കണുണ്ട് കേട്ടോ ഗീതുവിൻ്റെ. അതിനിടയ്ക്ക് വീഡിയോ സെറ്റായി. പിന്നെ ഇവിടെ വന്നിട്ട് എന്താ ഒരു ഗുണം ഉണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാറുവിന് ഒരു അച്ചാച്ചനും അമ്മാമ്മനെയും കിട്ടിയിട്ട് പാറുവിന് ഇപ്പം മൊത്തം 3 അച്ചാച്ചന്മാരും 3 അമ്മാമ്മമാരാണ് കേട്ടോ. പാറുവിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവർക്കായാലും ഇപ്പം എന്നെ പാറുവിന് വേണ്ട ശരിക്കും. അവർ മതി എന്തിനായാലും. അവരുടെ ഒപ്പം കളിക്കുക, ചിരിക്കുക, ഏത് നേരം അവരുടെ ഒപ്പം തന്നെയാണ് കേട്ടോ നമ്മുടെ പുറകിൽ. അപ്പോൾ എനിക്കതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സായിട്ട് എൻജോയ് ചെയ്യാനും പറ്റണുണ്ടായിരുന്നു. പിന്നെ അത് അവിടെ അച്ഛനൊക്കെ ആയിട്ട് കുറച്ച് കളിയാണ് കേട്ടോ. അങ്ങോട്ട് ഓടാ വരിക കിടക്കുക. പിന്നെ നൈറ്റ് ആയപ്പോൾ ഞങ്ങൾ 3 ബീറൊക്കെ സെറ്റ് ചെയ്ത് കുടിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കുടിച്ചു. അപ്പോൾ നമ്മുടെ പാരൻസൊക്കെ കിടന്നുറങ്ങിയായിരുന്നു കേട്ടോ. കാരണം 11:45 എന്തോ ആയിട്ടുണ്ട്. അവരൊക്കെ നല്ല ഉറക്കത്തിലോട്ടായി. നമ്മുടെ പാറുവിൻ്റെ ബൈ പാരൻസാണ് കേട്ടോ കിടക്കണത്. അതേ കിടന്ന് ബോധമില്ലാണ്ട് വെട്ടിട്ട വാഴ കിടക്കുകയാണ്. ഞങ്ങളൊരു കണക്കിന് പിടിച്ചു നേരെ വന്ന് കിടന്നു. അപ്പം ഇത്രോളിനത്തോടെ